ഹലോ ഗൈസ്, വെൽക്കം ടു ടെക് ഫീച്ചർ. ഇപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു കമ്പാരിസൺ ആണ്. നത്തിങ് ഫോൺ 3A ആൻഡ് 3A പ്രോ. സോറി ഗൈസ്, ചെറിയ ഓക്കെ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കമ്പാരിസൺ ആണ്, ഒരു നത്തിങ് ഫോൺ 3A ആൻഡ് 3A പ്രോ. ഇപ്പോൾ രണ്ടിലും സെയിം ചിപ്സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് കുറച്ച് ബെസ്റ്റ് ഓപ്ഷൻ, ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നുള്ളത് നോക്കാം. ഗൈസ്, പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കമ്പാരിസൺ ചെയ്യാമെന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അധികം ആവശ്യമാണ്. സോ ഗൈസ്, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്തടുത്ത് ഏതൊക്കെ വീഡിയോസ് കൊണ്ടുവരണം, അതായത് ഏതൊക്കെ ഫോൺസ് കമ്പാരിസൺ ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ ആരംഭിക്കാം. നത്തിങ് ഫോൺ 3A വന്നിട്ട് നത്തിങ് ഫോൺ 3A ആൻഡ് 3A പ്രോ രണ്ടിലും സെയിം ഡിസ്പ്ലേ തന്നെയാണ്. 6.7 ഇഞ്ചിന്റെ സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ആണ്. 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഗൈസ്. ഈ 3000 നിറ്റ്സ് ഒക്കെ HDR വീഡിയോസ് കാണുമ്പോൾ മാത്രം വരുന്നതാണ്. നോർമൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മുടെ ഈ സൺലൈറ്റിലൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം. ആൻഡ് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. രണ്ടിലും സെയിം സ്പെക്സ് ആണ്. ആൾമോസ്റ്റ് എല്ലാത്തിനും രണ്ട് ഫോണുകൾക്ക് സെയിം സ്പെക്സ് തന്നെയാണ് വരുന്നത്. ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതെന്നാണ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് രണ്ടിനും വരുന്നുണ്ട്. അടുത്ത് നമുക്ക് അതിന്റെ ഡിസൈനിലോട്ട് പോകാം. ഡിസൈനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നത്തിങ് ഫോൺ 3 ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗൈസ്. 3A പ്രോവിനെക്കാളും 3A കുറച്ച് എനിക്ക് ഒരു നമ്മുടെ നമ്മുടെ ഈ ഗൂഗിൾ പിക്സൽ 9 പ്രോയുടെ ഒരു ഡിസൈനായിട്ട് മാച്ച് ആവുന്നുണ്ട്. നിങ്ങളുടെ പ്രിഫറൻസ്, അതായത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. ഇപ്പോൾ ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾമോസ്റ്റ് രണ്ടും സെയിം തന്നെയാണ്. തിക്നെസ്, ഫോണിന്റെ തിക്നെസ് പിന്നെ പറയണമെന്നില്ല. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്റെ തിക്നെസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മോട്ടോയുടെ E22s ആണ്. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് A35 ആണ് ഗൈസ്. ഇതിന്റെ തിക്നെസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇത് 8mm തിക്നെസ് ഉണ്ട്. 8mm തിക്നെസ് എനിക്ക് ഇത്ര ഒരു എന്താ പറയാ, കുറച്ച് ബോക്സി ആയിട്ട്, കൈ കുറച്ച് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിന് കവർ പോലും ഇടാത്തത്. ഞാൻ A35 തിക്നെസ് പറഞ്ഞിട്ടുണ്ട്, അത് 8.3mm തിക്നെസ് ആണ് ഇത്. ആൻഡ് ഇത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബൾക്കായിട്ട് ഫീൽ ചെയ്യും. നത്തിങ് ഫോൺ 3A ആൻഡ് 3A പ്രോയുടെ തിക്നെസ്സും സെയിം തന്നെയാണ്. 8.35mm തിക്നെസ് ആണ് വരുന്നത്. അപ്പോൾ കയ്യിൽ നമ്മൾ പിടിച്ച നോർമലി ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ തിക്നെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, വലിയൊരു ബൾക്കി. പക്ഷെ കവർ ഇട്ട് യൂസ് ചെയ്യണമെങ്കിൽ സോറി ചെറിയൊരു ട്രോട്ടിക്. അപ്പോൾ കവർ ഇട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്താ പറയാ, കുറച്ച് നമ്മൾ തിക്കായിട്ട് അത് ഫീൽ ചെയ്യും. 3A വന്നിട്ട് 201 ഗ്രാംസ് വെയിറ്റും നത്തിങ് ഫോൺ 3A പ്രോ വന്നിട്ട് 211 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. അടുത്ത് നമുക്ക് പെർഫോമൻസ് സൈഡിലോട്ട് വരാം. പെർഫോമൻസ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. രണ്ട് ഫോണിലും സെയിം ചിപ്സെറ്റ്, രണ്ട് ഫോണിലും സെയിം ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത് ഗൈസ്. സ്നാപ്ഡ്രാഗൺ 7S Gen 3. 25,000 രൂപ ബഡ്ജറ്റില് 7 Gen 3 എങ്കിലും കൊടുത്തിരിക്കാമായിരുന്നു. ഇറ്റ്സ് ഓക്കെ. 7S Gen 3 ആൾസോ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോസസർ തന്നെയാണ് ഗൈസ്. രണ്ടിലും സെയിം ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. 4 നാനോമീറ്ററിന്റെ ഒരു ചിപ്സെറ്റ് ആണ് 7S Gen 3. ആൻഡ് രണ്ടിലും ആൻഡ്രോയിഡ് സ്കോർ ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. 8 ലക്ഷം സംതിങ്ങിന്റെ ആൻഡ്രോയിഡ് സ്കോർ ആണ് വരുന്നത്. മൾട്ടി ടാസ്കിംഗ് കുഴപ്പമില്ല. അത്യാവശ്യം ഡേ ടു ഡേ വർക്ക്, അതായത് ഡേ ടു ഡേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, പിന്നെ ഗെയിം കളിക്കാൻ അത്യാവശ്യം ഒക്കെയാണ്. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഫോണല്ല ഗൈസ്. ഇതിന്റെ UI കുറച്ച് ബെറ്റർ ആയിരിക്കും. ബാക്കിയുള്ള നമ്മുടെ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇതിന്റെ വോയിസ് തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഗെയിമിങ്ങിനാണെങ്കിൽ നിങ്ങൾ ഈ സൈഡിലോട്ട് നോക്കണ്ട. ഓക്കെ. LPDDR4X റാം ആണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് തന്നെ. എല്ലാ ഫോണിലും UFS 3.1 LPDDR5 റാമും കൊടുത്തു തുടങ്ങി കഴിച്ച് 25,000 ബഡ്ജറ്റ് റേഞ്ചിൽ. ചാർജറോ തന്നില്ല. അത്യാവശ്യം പെർഫോമൻസ് എങ്കിലും നന്നായിട്ട് തരണ്ടേ. അതും ആലോചിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 3A പ്രോവിനെക്കാളും 3A തന്നെയാണ് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഞാൻ നോക്കുന്നത്. ഡിസൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഡിസൈൻ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റ് ചെയ്യുക. 3A വന്നിട്ട് 24,999 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ 3A പ്രോയിൽ വന്നിട്ട് ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 28-29 തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അത്രയും ക്യാഷ് കൊടുത്തിട്ട്
ചാർജറും ഇല്ല, രണ്ടിലും സെയിം ചിപ്സെറ്റ്. ഇതില് വ്യത്യാസം എന്ന് പറയാനുള്ളത് ക്യാമറ. ക്യാമറ രണ്ടിലും 3 സെൻസർ തന്നെയാണ്. 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ, അടുത്തൊരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, അടുത്തൊരു 50 മെഗാ പിക്സലിന്റെ ഒരു സെൻസർ വരുന്നത്. ഈ 50 മെഗാ പിക്സലിന്റെ സെൻസറാണ് രണ്ട് ഫോണിലും വേരി ആവുന്നത്. അതായത് നത്തിങ് ഫോൺ 3A വന്നിട്ട് നമുക്ക് 50 മെഗാ പിക്സലിന്റെ ടെലഫോട്ടോ ക്യാമറ, 2x ടെലഫോട്ടോ ക്യാമറയാണ് വരുന്നത്. ആൻഡ് നത്തിങ് ഫോൺ 3A പ്രോയില് 50 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. 3x ടെലഫോട്ടോ 3x പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. രണ്ടിലും അങ്ങനെ എന്താണ്, നമ്മൾ ഫോൺ കയ്യിലുണ്ടായിരുന്നെങ്കിൽ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയായിരുന്നു ഈ 3x അത്രയ്ക്ക് വർത്ത്, അതായത് എത്രയും ക്യാഷ് കൊടുത്തിട്ട് 3x വർത്തായിട്ടുള്ള ഒരു സംഭവമാണോ ഇല്ല എന്നുള്ളത്. എന്നാ കേട്ടാ 2x ഓക്കെ, നോർമൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഓക്കെയാണ് 2x. ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഇങ്ങനെ ഒരു ചേഞ്ചസ് കൊടുത്തെന്ന് കരുതി 3A പ്രോയിലോട്ട് ചാടണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് ഞാൻ പറയും. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. നത്തിങ് ഫോൺ 3A ആണ് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് 25,000 രൂപ സെഗ്മെന്റിൽ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.